കാലവർഷം പടിവാതിൽക്കിലെത്തിയിട്ടും KLDC കനാലുകളിലെ ചണ്ടിയും കുളവാഴയും നീക്കുന്ന നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. മെയ് 30-നുള്ളിൽ കനാലുകൾ വൃത്തിയാക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ഇതോടെ പാഴ്വാക്കായി. കാലവർഷത്തിന് മുന്നോടിയായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഊർജിതമായ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെങ്കിലും നഗരത്തിൽ നിന്നുള്ള വെള്ളമൊഴുകിപ്പോകേണ്ട പുല്ലഴി KLDC കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടറും മേയറും സ്ഥലം സന്ദർശിക്കുകയും കനാലുകൾ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മെയ് 30-നുള്ളിൽ കനാലുകളിലെ ചണ്ടിയും കുളവാഴയും പൂർണ്ണമായി നീക്കം ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. ജില്ലയിലെ മേജർ ഇറിഗേഷൻ പരിധിയിലുള്ള ബണ്ടുകളുടെ ഷട്ടറുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഫണ്ട് ലഭ്യമായിട്ടുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിന് KLDC ചീഫ് എഞ്ചിനീയറോട് കളക്ടർ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും KLDC അധികൃതരുടെ ഭാഗത്തുനിന്ന് കനാലിലെ തടസ്സങ്ങൾ നീക്കാനുള്ള യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ല. അയ്യന്തോൾ ഇറിഗേഷൻ കനാലിലെ പുഴയ്ക്കൽ, കുറിഞ്ഞായ്ക്കൽ, പുല്ലഴി, വലിയപാലം, വടൂക്കര തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം കുളവാഴകൾ നിറഞ്ഞ് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. കനാലിലെ ഈ തടസ്സങ്ങൾ അടിയന്തരമായി നീക്കിയില്ലെങ്കിൽ മഴക്കാലത്ത് തൃശൂർ നഗരവും പരിസരവും വീണ്ടും വലിയ വെള്ളക്കെട്ടിലാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജില്ലാ ഭരണകൂടവും ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി OJ ജനീഷും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ.